ഹലോ എവ്രിവൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സൊക്കെ എന്താണെന്നൊക്കെയാണ് ഈ വാട്ടർ സൈക്കിളിലൂടെ വ്യക്തമാക്കുന്നത്. എർത്ത് സർഫസ് ഇസ് കവേർഡ് ബൈ 71% ഓഫ് വാട്ടർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇത്രയും വലിയ ഭൂമിയിൽ ഇത്രത്തോളം പെർസെൻറ്റേജ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്ത് വലിയൊരു എമൗണ്ട് ആയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. So, what is water cycle? It is a process of continuous movement of water within the earth and atmosphere. നമ്മുടെ ഈ ഭൂമിയിലും ഈ അന്തരീക്ഷത്തിലൊക്കെ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെ, ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ മെയിനായിട്ട് 4 സ്റ്റെപ്സാണ് വരുന്നത്. ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ ആൻഡ് കളക്ഷൻ. കളക്ഷൻ കഴിയുമ്പോൾ എഗെയിൻ വരുന്ന പ്രോസസ്സാണ് ഇവോപ്പറേഷൻ, ആസ് ഇറ്റ് ഇസ് എ സൈക്ലിക് പ്രോസസ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ഇവോപ്പറേഷൻ നോക്കാം. ഇവോപ്പറേഷൻ ഒക്കേഴ്സ് വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ബൈ ദ സൺ. ഇറ്റ് ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു വാട്ടർ വേപ്പർ. അതായത് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ അന്തരീക്ഷത്തിലുള്ള ഈ ജലാശയങ്ങളിലെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ സോഴ്സായിട്ടുള്ള അൾട്ടിമേറ്റ് സോഴ്സായിട്ടുള്ള സണ്ണിൻ്റെ ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റിൻ്റെ ഭാഗമായിട്ട് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫ് ബേസിലാണ് നമുക്ക് നോക്കിയാൽ പലതരത്തിലുള്ള ഇവോപ്പറേഷൻ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ കൂളിംഗ് ഓഫ് ഹോട്ട് ലിക്വിഡ്സ്. നമ്മൾ ഈ ചൂട് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ അതിൽ നിന്ന് ആവി പോകുന്നത് കാണാൻ പറ്റും. ആ ആവി പോകുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ വെള്ളം ബോയിൽ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ബോയിൽ ആവുന്നതനുസരിച്ച് ഇങ്ങനെ കുറേ വാട്ടർ വേപ്പേഴ്സ് ഇങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവോപ്പറേഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വാട്ടർ ബോഡീസിൽ നിന്ന് വെള്ളം ഇങ്ങനെ എക്സിറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ബോഡീസിൽ നിന്ന് മാത്രമേ ഇങ്ങനെ വെള്ളമൊക്കെ എക്സിറ്റ് ചെയ്ത് പോകുന്നുള്ളൂ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അല്ല, നമ്മുടെ ഈ സറൗണ്ടിങ്സിലുള്ള ഈ മരങ്ങളിലൂടെയൊക്കെ ഇതേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്ന പേര് ട്രാൻസ്പിറേഷൻ എന്നാണ്. അതായത് ഈ പ്ലാന്റ്സ് എല്ലാം അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കാനായിട്ട് ഒത്തിരിയേറെ ഫാക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതിലൊന്നാണ് ഈ അൾട്ടിമേറ്റ് സോഴ്സ് ആയിട്ടുള്ള സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റ്, ലൈറ്റ് എനർജി. അവർക്ക് വേണ്ടത്രയും, പ്ലാന്റ്സിന് വേണ്ടത്രയും അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നീട് ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, അവർ ആ ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ നമ്മൾ ലോസ് ചെയ്ത് കളയുന്നു. അതായത് ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ്. ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ വാട്ടർ സൈക്കിളിലെ ഫസ്റ്റ് പ്രോസസ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ വാട്ടർ വേപ്പർ ചേഞ്ചസ് ബാക്ക് ടു വാട്ടർ. ദ ലിക്വിഡ് കളക്ട്സ് ഇൻ ദ ക്ലൗഡ്സ്. അതായത് നമ്മുടെ എർത്തിൽ നിന്ന് എക്സിറ്റ് ആയി പോയ വാട്ടർ വേപ്പേഴ്സ് എല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ക്ലൗഡിൽ ചെന്നിട്ട് എഗെയിൻ എന്തായി മാറുന്നുണ്ട്, വാട്ടറായി മാറുന്നുണ്ട്. അപ്പോൾ വാട്ടർ സ്റ്റേജ് ആയിരുന്നു ആദ്യം, അത് പിന്നെ ഇവോപ്പറേഷനിലൂടെ ഇവോപ്പറേറ്റായി വാട്ടർ വേപ്പറായി. ഇപ്പോൾ വീണ്ടും എന്തായി മാറി, തിരിച്ച് വാട്ടറായി മാറി. ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഈ വാട്ടറായി ഇപ്പം മാറിയിരിക്കുന്നത്, അറ്റ്മോസ്ഫിയറിൽ വാട്ടറായി മാറിയിരിക്കുന്നവയൊക്കെ ക്ലൗഡ്സ്, മേഘങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ ഒക്കേഴ്സ് വെൻ ദ വാട്ടർ ഫോൾസ് ബാക്ക് ടു എർത്ത്. ദിസ് ക്യാൻ ഹാപ്പൺ ഇൻ ദ ഫോം ഓഫ് റെയിൻ, ഹെയിൽ, സ്ലീറ്റ് ആൻഡ് സ്നോ. മേഘങ്ങൾ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ വാട്ടറിനെ സ്റ്റോർ ചെയ്ത് പിടിച്ചേക്കുവാണ് അല്ലേ. ഈ സ്റ്റോർ ചെയ്ത് പിടിച്ചിരിക്കുന്ന വാട്ടർ ബോഡീസ് എഗെയിൻ നമുക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്, സ്നോ കിട്ടുന്നുണ്ട്, ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. സോ അവിടെ സ്റ്റോർ ചെയ്ത വാട്ടറിനെ അവർ തിരിച്ച് റിലീസ് ചെയ്യുവാണ് എർത്തിലേക്ക് ഇൻ ദ ഫോം ഓഫ് റെയിൻ, സ്നോ, ഹെയിൽ സ്റ്റോൺസ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെ പല ഫോംസിലൂടെ നമ്മുടെ എർത്തിലേക്ക് വീണ്ടും നമുക്ക് ഈ ഒരു വാട്ടറിനെ നമുക്ക് കിട്ടുന്നു. നമ്മളത് അബ്സോർബ് ചെയ്യുന്നു. ഓഷ്യൻസിലേക്കും മറ്റ് വാട്ടർ ബോഡീസിലേക്കും ഈ വാട്ടർ എത്തുന്നു. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ ആയിരിക്കും. ഹീറ്റ് കിട്ടുന്നു സൂര്യനിൽ നിന്ന്, ഈ വാട്ടർ ബോഡീസിൽ വന്ന ഈ വെള്ളം എഗെയിൻ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ വാട്ടർ സൈക്കിൾ എന്ന ഈ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമ്മുടെയൊക്കെ ലൈഫ് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് വലിയൊരു അത്യാവശ്യമായൊരു ഘടകമാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.